ഡിവായോ നമുക്കൊന്ന് വീഡിയോ കണ്ട് കളയാം. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് എന്താണെന്നറിയാമോ, ഇന്ന് കപ്പ, ചേന, ചേമ്പ്, ചാച്ചിൽ ഒന്നും കഴിച്ചുകൂടാന്ന് പറയുന്ന ലോകമാണ്. അതൊക്കെ വെറുതെയാണ്. നമുക്ക് ഈ സാധനങ്ങളെല്ലാം കഴിക്കണതിന് ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇന്നിതാ എന്താ ചെയ്യാൻ പോണേ, കുറച്ച് പാൽക്കപ്പ ഉണ്ടാക്കണം. ആദ്യം നമുക്കൊരു മോഷണം നടത്താം. മറ്റേ ആളിൻ്റെ വീട്ടിൽ ഞാൻ ഇന്ന് പുളിച്ചിക്കയും കുടംകൊല്ലി മുളകും ഒക്കെ പറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർ കാണണ്ട. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കുറച്ച് പുളിച്ചിക്ക പറിക്കാം. പുളിച്ചിക്ക പറിച്ച് അമ്മച്ചി കണ്ടു കഴിഞ്ഞാൽ എന്താ ദാദി ഇത് അതാദി എന്ന് പറഞ്ഞുകൊണ്ട് വരും ലകളയ്ക്ക്. അത് കഴിഞ്ഞ് അവർ കാണാതെ തന്നെ നമുക്കൊരു ഓവലയാണ് കേട്ടോ. കുറച്ച് ഉടംകൊല്ലി മുളക് കുറച്ചു. അങ്ങനെ ഞാൻ ഇന്നൊരു വൻ മോഷണം നടത്തിയിട്ടുണ്ട്. അവർ ഓടി വരട്ടെ. എന്താ നീ കാണിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം വരും കേട്ടോ. എനിക്കൊരു നിവൃത്തിയില്ല. എന്താ എന്നൊക്കെ തന്നു പതിവ് വന്നിപ്പം നമുക്ക് അവർ വരട്ടെ, നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം. അങ്ങനെ ഇതേ ഞാൻ പുളിച്ചിക്കയെല്ലാം പറിച്ചു കൊണ്ടൊന്ന് വച്ച് ഞാനിതാ എൻ്റെ സ്വന്തം അടുക്കളയിൽ ഞാൻ കഥയും കഥാപാത്രങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട്. കഥാപാത്രങ്ങളും ചട്ടിയും കലവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപ്പോഴേക്കും ഇത്ര എൻ്റെ പയറാണ്, എൻ്റെ ആ ഒരു ചെറിയ ഒരു വള്ളിയിൽ നിന്ന് കിട്ടിയ പയറാണ്. ആ സമയം കൊണ്ട് ഇതാ മരിച്ചിന് ഞാൻ കൊത്തി അടുപ്പിൽ വെച്ചു. രാവിലെ ഇതാ ദോശ ചുടണം. ഇപ്പം മണി ഏകദേശം 9 മണിയൊക്കെ ആയി. ദോശ ചുടണുണ്ട്. ദോശയ്ക്ക് ഇന്ന് ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തിയാണ്. അങ്ങനെ ഞാൻ പാൽക്കപ്പയ്ക്ക് വേണ്ടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അങ്ങനെ ഒരു വെള്ളമായി, രണ്ടാം വെള്ളം തിളയ്ക്കാൻ വേണ്ടി മരിച്ചിന് ഞാൻ അടുപ്പിൽ വച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമില്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മരിച്ചീനിയിലോട്ട് ചെറിയ ഉള്ളിയും നമ്മളെ ഉടംകൊല്ലി മുളകും കറിവേപ്പിലയൊക്കെ തല്ലിയിട്ടു. എന്നിട്ട് ഞാൻ കുറച്ച് പാൽ, ആദ്യം രണ്ടാം പാലാണ് കേട്ടോ ഒഴിഞ്ഞാൽ 2 പാലെടുക്കും. അങ്ങനെ രണ്ടാം പാലൊഴിച്ച് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുത്തു. അങ്ങനെ ഇതേ സൂപ്പർ ടേസ്റ്റി കടുകൊക്കെ വറുത്തു. മരിച്ചീനി റെഡിയായി. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. മുറ്റമൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. എപ്പോഴും നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ എന്നും തൂത്തുവാരി, എനിക്ക് പറയാമല്ലോ, എനിക്ക് പണ്ടത്തെ പോലെ ഇങ്ങനെ തൂത്തുവാരി തീയിടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ 2 സൈഡിലും തൂത്തുവാരി തീയൊക്കെ ഇടും. ഒരുപാട് ചപ്പ് ചവറുകൾ കിടക്കണം, തൂത്തുവാരി തീയിടും. അതൊരു നല്ല രസമുള്ള പരിപാടിയല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിൽ കൊതുകും പോവും, വീട്ടിൽ നല്ല ഭംഗിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനതൊക്കെ എപ്പോഴും ചെയ്യണുണ്ട്. എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാ ജോലികളും ചെയ്ത് സുഖമായി സന്തോഷത്തോടെ കാച്ചിലും ചേമ്പും നമുക്ക് കിട്ടുന്ന ആഹാരങ്ങളൊക്കെ കഴിച്ച് കൊളസ്ട്രോളും ഷുഗറും ബി പി ഒന്നും ഇല്ലാതെ കഴിയുക. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം രാത്രി ആയപ്പോഴേക്കും കുറച്ച് തണ്ണിമത്തൻ ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ടായിരുന്നു. അതിനെ പൊടിച്ചുകൊണ്ട് ഒരു രക്ഷയിലോട്ടോ, താണത്ത് സഹിക്കാൻ വയ്യ. അന്നേരം ഞാൻ കാണിച്ച് മുറിച്ചങ്ങ് വായിലിടാണ്. അപ്പോഴൊരു കുളിർമയെ കിട്ടും. അങ്ങനെ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോ കാണണം. ഇന്നലെ ഇടാൻ കഴിഞ്ഞില്ല. എല്ലാവർക്കും താങ്ക് യു.